ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു സീനിയർ ജോഷി വ്ളോഗ്സ്. ഇന്ന് നമ്മളൊരു ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ ഞാനും ചേട്ടനും മാത്രമേ പോകുന്നുള്ളൂ, മക്കളെ കൊണ്ടുപോകണില്ല. മോൾ ഡാൻസ് ക്ലാസ്സിൽ പോയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ചെന്ന് അവളെ പിക്ക് ചെയ്തോളും. മോനെ ഞാൻ എൻ്റെ വീട്ടിലോട്ട് കൊണ്ടാക്കണം. അപ്പോൾ എൻ്റെ വീട്ടിൽ ആരുമില്ല, അതുകൊണ്ട് എൻ്റെ കുഞ്ഞച്ചിയുടെ വീട്ടിലാണ്, അതായത് എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ വീട്ടിൽ മോനെ കൊണ്ടാക്കുന്നത്. അപ്പം മക്കൾക്ക് കുഴപ്പമൊന്നുമില്ല, അമ്മയും ചേട്ടനും കൂടെ പോയിട്ട് വന്നാൽ മതി, അവരിവിടെ നിന്നോളാമെന്ന് സമ്മതിച്ചു. അതുകൊണ്ട് നമ്മൾ ഹാപ്പിയാണ്. ഈ ട്രിപ്പ് എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. എങ്ങോട്ടെങ്കിലും പോകാമെന്നുള്ളൊരു മട്ടിൽ പോകണം. എനിക്കെന്തായാലും എവിടെയെങ്കിലും പോയാൽ മതി. അപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു. ഈ മഴ നമ്മളെ ട്രിപ്പ് കുളമാക്കുമോ എന്നൊരു പേടി എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആറ്റിൽ നിന്ന് അടൂരെത്തിയപ്പോഴേക്കും നമുക്ക് വിശപ്പ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. നല്ല വിശപ്പായിട്ടില്ല, ഇപ്പോൾ ഒരു 12 മണിയൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ചാർജ് കമ്മിയായി. ഇപ്പോൾ ഇവിടെ നിന്ന് ചാർജ് ചെയ്തിട്ട് വേണം നമുക്കിനി ബാക്കി യാത്ര. അങ്ങനെ അതിൻ്റെ അടുത്തുള്ളൊരു വീട്ടിലെ ഊണെന്ന് പറയുന്ന ഒരു ഹോട്ടൽ കണ്ടു. അപ്പോൾ അവിടെ കയറി ഞങ്ങൾ ഊണ് കഴിച്ചു. അപ്പോൾ എനിക്ക് എപ്പോഴും ട്രിവാൻഡ്രം ഫുഡാണ് എനിക്കിഷ്ടം. ട്രിവാൻഡ്രത്ത് നിന്ന് വിട്ട് വേറെ ഏത് നാട്ടിൽ ചെന്ന് ഫുഡ് കഴിച്ചാലും എനിക്ക് അത്ര തൃപ്തി വരാറില്ല. എന്തായാലും ഒരു ഫിഷ് കറിയും ഊണും കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങുകയാണ്. അപ്പോൾ ഇനി എങ്ങോട്ടെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ ഇറങ്ങാൻ 1 മണിക്കൂർ ലേറ്റായത് കൊണ്ട് മാമലക്കണ്ടത്ത് പോകണമെന്നുണ്ട്. അപ്പം മാമലക്കണ്ടത്ത് നല്ല കാടായതുകൊണ്ട് രാത്രി അങ്ങോട്ട് കയറ്റി വിടില്ല എന്നുള്ളൊരു പേടി ഞങ്ങൾക്കുണ്ടായിരുന്നു. എന്നാലും ചേട്ടൻ പറഞ്ഞു നമുക്ക് പോയി നോക്കാം, കയറാൻ പറ്റിയില്ലെങ്കിൽ തിരിച്ചു വരാം. അപ്പോഴേക്കും മഴ കനത്ത് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വണ്ടി ഒരു സൈഡിൽ പാർക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യാണ് മഴ തോരാനായിട്ട്. അപ്പോൾ എൻ്റെ കണ്ണിൻ്റെ പവർ ഇപ്പോൾ അല്പം കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ ഒരു മഴയിലൊന്നും വണ്ടി ഓട്ടിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ വണ്ടി നിർത്തിയത്. ഇപ്പോൾ നമ്മൾ തൊടുപുഴയിൽ എത്തിയിട്ടുണ്ട്. അവിടെയുള്ള ചാർജിങ് സ്റ്റേഷനിൽ വണ്ടി ചാർജിനിട്ടിട്ട് ഒരു കോഫി കുടിക്കാമെന്ന് പറഞ്ഞ് ഞാനും ചേട്ടനും ബസ് സ്റ്റാൻഡിനകത്തുള്ള ഒരു ബേക്കറി കയറി. അവിടെ നിന്ന് 2 സുഖിയനും ഒരു കോഫിയും കഴിച്ചു. 2 അല്ല, 1 ചേട്ടൻ കഴിച്ചു, 1 ഞാൻ കഴിച്ചു. ഒരു കോഫിയും കഴിച്ചു. അപ്പോഴേക്കും വണ്ടി ചാർജായി. നമ്മൾ റൂട്ട് മാപ്പ് നോക്കി മാമലക്കണ്ടത്തിലോട്ടുള്ള വഴിയെ പോവുകയാണ്. അപ്പോൾ എനിക്ക് ഈ നാച്ചുറൽ ബ്യൂട്ടി എക്സ്പ്ലോർ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. 2 സൈഡും മരങ്ങളും മലകളും ഒക്കെ കണ്ടിങ്ങനെ പോവാം. അപ്പോൾ ഇത് റെസിഡൻഷ്യൽ ഏരിയയാണ്, അതുപോലെ ഒരുപാട് കൃഷിയുള്ള സ്ഥലമാണ്. അപ്പോൾ എല്ലാ വീട്ടിലും റംബൂട്ടാനുണ്ട് കേട്ടോ. ഈ കാണുന്നത് പൈനാപ്പിൾ തോട്ടമാണ്. അപ്പം ഞങ്ങൾ മല കയറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ മലയും മഞ്ഞും മൂടി കിടക്കുന്നതൊക്കെ കാണൂ. എന്തൊരു ഭംഗിയാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. ലെഫ്റ്റ് സൈഡിൽ ഒരു സൈഡ് കുന്ന്, ഒരു സൈഡ് കുഴി. അപ്പോൾ കുഴിയുടെ അങ്ങ് അറ്റത്തായിട്ടാണ് മല കാണുന്നത്. മഞ്ഞു മൂടിയ മലയൊക്കെ കണ്ടു പോകുന്ന ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് പറയാതെ. ഏതായാലും നല്ല സന്തോഷം തോന്നുന്നുണ്ട്. നമ്മൾ ട്രിപ്പ് പോണതിൻ്റെ ഉദ്ദേശം കൂടി അതാണല്ലോ, ഒന്ന് സന്തോഷിക്കണം, ചില്ലാവണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയി. അപ്പോൾ നമ്മളിതാ നമ്മുടെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്, മാമലക്കണ്ടം. എന്തായാലും ഭാഗ്യമുണ്ട്, ഇരുട്ടിയിട്ടില്ല. കുറച്ച് തിരക്കുണ്ട് അവിടെ. അപ്പോൾ ആൾക്കാരെയൊക്കെ കണ്ടതുകൊണ്ട് ഒരു സമാധാനം. അങ്ങനെ ആ ഒരു വിഷ്വൽ ഞാൻ എൻ്റെ ഫോൺ ക്യാമറയിലൂടെ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും എല്ലാവരും ഇവിടെ വരാൻ പറ്റുമെങ്കിൽ തീർച്ചയായും വരണം. ഇതൊക്കെ നമ്മൾ കേരളത്തിൽ ജീവിച്ചിരുന്നിട്ട് നമ്മളിതൊക്കെ പോയി കണ്ടിട്ടില്ല എന്ന് പറയുന്നത് മോശമല്ലേ. അപ്പോൾ അതുകൊണ്ട് കാണാൻ സാധിക്കുന്നവർ തീർച്ചയായിട്ടും വരിക. അപ്പം നമ്മൾ അവിടുത്തെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് നമ്മളങ്ങനെ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ ഇരുട്ട് വീണ് തുടങ്ങിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്നറിയില്ല. കാര്യം നല്ല കാടാണ്. വന്ന സമയത്ത് നല്ല കാട്ടിൽ കൂടെയാണ് ഞങ്ങൾ യാത്ര ചെയ്ത് വന്നത്. അപ്പോൾ തിരിച്ചു പോകുമ്പോഴേ അറിയുള്ളൂ. കുറച്ച് യാത്രക്കാരെയൊക്കെ ഞാൻ വഴിയിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. 2 സൈഡും കാട്, കൂരിരുട്ട്, പിന്നെ മഴ, എല്ലാം കൊണ്ടും ഈ കാട്ടിൻ്റെ ഫീൽ കിട്ടി. ഞങ്ങൾ അങ്ങനെ യാത്ര ചെയ്യാണ്. പക്ഷെ നല്ല പേടിയുണ്ടായിരുന്നു. ഞാൻ എന്നും രാത്രി എൻ്റെ മോൻ ഉറങ്ങാതിരിക്കുമ്പോൾ ഞാൻ സുമതി വന്നു. അപ്പം ഞങ്ങളുടെ നാട്ടിൽ അതായത് എവിടെയായിട്ട് വരും, പാലൂടെന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ഒരു സുമതി വളവുണ്ട്. പണ്ട് സുമതി എന്ന് പറയുന്നൊരു പെൺകുട്ടിയെ അവിടെ കൊന്നു. അതുകൊണ്ട് സുമതിയുടെ പ്രേതമൊക്കെ അവിടെ ഉണ്ടെന്ന്, ആ വളവിലുണ്ടെന്നൊക്കെയാണ് ആ ഒരു കഥ. അപ്പോൾ അതെന്നും പറഞ്ഞാണ് ഞാൻ ജോക്കുട്ടനെ ഉറക്കുന്നത്. അപ്പോൾ എനിക്ക് ഇതുവഴി കാട്ടിലൂടെ പോയപ്പോഴും വളവുകളൊക്കെ കാണുമ്പോൾ സുമതിയെ ഓർമ്മ വരുന്നു. വേറെ വണ്ടികളൊന്നുമില്ല, ഓപ്പോസിറ്റും വണ്ടിയില്ല, നമ്മളെ ഫ്രണ്ടിൽ നിന്നും വണ്ടിയില്ല, ബാക്കിൽ നിന്നും വണ്ടിയില്ല. ഇനി വഴി തെറ്റിയോ? അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ റേഞ്ചും ഇല്ല. അപ്പോൾ നമുക്ക് ലൊക്കേഷൻ നോക്കാനും പറ്റുന്നില്ല. എന്നാലും നമ്മൾ മുമ്പോട്ട് പോയപ്പോൾ തന്നെ അവിടെ കുറച്ച് ചെറിയ ചെറിയ വീടുകളൊക്കെ കണ്ടു തുടങ്ങി. അങ്ങനെയാണ് പിന്നെ സമാധാനമായത്. അപ്പോഴേക്കും കാറിലെ ബാറ്ററി ഡൗൺ ആയി. ഇനി ചാർജ് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ ചാർജ് ചെയ്യാനായിട്ട് വന്നത് എറണാകുളം ജില്ലയിലെ ഏരമല്ലൂർ എന്ന് പറയുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ചിക്ക് പോപ്പിൻ്റെ ഔട്ട്ലെറ്റ് ഉണ്ട്. അതിൻ്റെ സൈഡിലാണ് ചാർജിങ് പോയിന്റ് വരുന്നത്.
അപ്പോൾ ഞങ്ങളവിടെ ചാർജ് ചെയ്തിട്ട് അപ്പോൾ ഡിന്നർ കഴിക്കണമല്ലോ. അപ്പോൾ ഡിന്നർ എനിക്ക് ദോശ കഴിക്കണമെന്ന് ആഗ്രഹം, അല്ലെങ്കിൽ എനിക്ക് യാത്രയിൽ എനിക്ക് ഹെവി ഫുഡ് ശരിയാവില്ല. ഞങ്ങൾ റൈസ് ഓർഡർ ചെയ്ത ചെറിയ ക്വാണ്ടിറ്റിയിലാണ് കിട്ടുന്നത്, അപ്പോൾ അതുപോലെ ആയിരിക്കുമെന്ന് വിചാരിച്ചാണ് ഞാൻ റൈസ് ഓർഡർ ചെയ്തത്. പക്ഷേ പണി കിട്ടി, ഒരു ഫുൾ മീൽസിൻ്റെ അത്ര ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കഴിച്ചില്ലെങ്കിൽ ചേട്ടൻ്റെ നിന്ന് എനിക്ക് വഴക്കിട്ട്, അതുകൊണ്ട് ഞാൻ എങ്ങനെയും കഴിച്ചു. അതുകൊണ്ട് എൻ്റെ ദോശ പിന്നെ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഈ റൈസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ തണുത്തു പോയി. പിന്നെ ബ്രോസ്റ്റഡ് ചിക്കൻ നല്ല മസാലയാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ചിക്കിങ്ങിൽ നിന്ന് കഴിക്കുന്നത്. എനിക്കെന്തായാലും മസാല ഇഷ്ടപ്പെട്ടു. ചേട്ടൻ അവിടെ നിന്നൊരു സ്നാക്ക് പോലെ എന്തോ ആണ് മേടിച്ചത്. ബർഗർ പോലെയാണ്, ബർഗറിനകത്തുള്ള ഫില്ലിംഗ് ആണ്. ഇതൊരു ചപ്പാത്തിക്കകത്ത് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇനി റൂമിലോട്ട് പോവുകയാണ്. അപ്പോൾ ചാലക്കുടി റൂം എടുക്കണമെന്നായിരുന്നു നമ്മുടെ ഒരു പ്ലാൻ. പക്ഷേ ചാലക്കുടിയിൽ നിന്നും നമുക്ക് ഇനി പോവേണ്ടത് പാലക്കാട് ജില്ലയിലുള്ള ഉത്രാളിക്കാവിലോട്ടാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് എവിടെയെങ്കിലും റൂം എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ ചെറിയൊരു ഉറക്കം കഴിഞ്ഞ് ഉണർന്നപ്പോൾ റൂം എത്തി. റൂം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ റൂമിൻ്റെ വീഡിയോ ഒന്നും കാണിക്കുന്നില്ല. ഞങ്ങൾ പിറ്റേന്ന് രാവിലെ റെഡിയായി ഉത്രാളിക്കാവിലോട്ട് പോവുകയാണ്. ഞങ്ങൾ കഴിഞ്ഞ ഏപ്രിൽ ഉത്രാളിക്കാവ് കാണാനായിട്ട് വന്നു. സാധാരണ ഞാനും ചേട്ടൻ ഈ യൂട്യൂബ് ഷോർട്സിലും റീൽസിലും ഇൻസ്റ്റാഗ്രാം റീൽസിലും വൈറലായിട്ടുള്ള സ്പോട്ട് കാണാൻ പോവാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ ഏപ്രിൽ വന്നപ്പോൾ വയലെല്ലാം വറ്റി വരണ്ട് ഉത്രാളിക്കാവിൻ്റെ ആ ഒരു ഭംഗിയെല്ലാം നശിച്ച് കിടക്കുന്ന ഒരു സമയമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഏപ്രിൽ വന്നപ്പോൾ വയലെല്ലാം വറ്റി വരണ്ട് കിടക്കുകയായിരുന്നു. അപ്പം ഞങ്ങൾ പ്രതീക്ഷിച്ച ഒരു കാഴ്ച അവിടെ നിന്ന് കാണാൻ പറ്റിയില്ല. ആ ഒരു വീഡിയോ കൂടി ഞാൻ ഇതിൽ കാണിച്ചു തരാം. ഇതായിരുന്നു ഏപ്രിൽ മാസത്തെ ഉത്രാളിക്കാവിൻ്റെ അവസ്ഥ. അപ്പോൾ ഈ സമയത്താണ് അവിടെ ഉത്സവം നടത്തുന്നത്. ഇനി നമുക്ക് ഉത്രാളിക്കാവിലോട്ടുള്ള വഴിയുള്ള കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഇതൊരു ചർച്ചാണ്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. നേരം പുലർന്ന് വരുന്നതേ ഉള്ളൂ. ഞങ്ങൾ റൂമിൽ നിന്ന് 6 മണിക്കാണ് ഇറങ്ങിയത്. അപ്പോൾ കറക്റ്റ് സൺറൈസ് കാണണം എന്നുള്ളൊരാഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ ഉത്രാളിക്കാവിലോട്ട് വിട്ടിരിക്കുന്നത്. സൂര്യൻ ഉദിച്ചു പൊങ്ങി വരുന്നതൊന്നും കാണാൻ പറ്റിയില്ലെങ്കിലും സൂര്യനെ കണ്ടു, അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അന്ന് വന്നപ്പോൾ അമ്പലം ക്ലോസ് ആയതുകൊണ്ട് നമ്മൾ പിന്നെ തൊഴുതില്ല. അതുകൊണ്ട് ഇന്ന് നമ്മൾ തൊഴുവണം എന്നൊരാഗ്രഹത്തോടു കൂടിയാണ് പോയത്. ക്ഷേത്രത്തിൽ കയറി തൊഴുതു. അപ്പോൾ അതിനകത്ത് വീഡിയോഗ്രാഫിയൊന്നും അലൗഡ് അല്ല. പിന്നെ പുറത്തിറങ്ങി ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഉത്രാളിക്കാവിലെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതെല്ലാവരും കാണണം. ഇനി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഗൂഗിളിൽ നോക്കി മിസ്റ്റർ ദോശ എന്ന് പറഞ്ഞൊരു കടയിൽ പോയതാണ്. പക്ഷേ അവിടെ ഇഡ്ഡലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മസാല ദോശ ഉണ്ടായിരുന്നു. അങ്ങനെ ഇഡ്ഡലി കഴിച്ചു. പിന്നെ റൂമിൽ വന്ന് നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് എവിടേക്കാണെന്നറിയില്ല അടുത്ത് പോവുകയാണ്. ഇപ്പോൾ ഞാൻ കുറച്ച് ടയേർഡാണ്. ട്രിപ്പ് മതിയാക്കി വീട്ടിലോട്ട് പോയാൽ കൊള്ളാമെന്ന് എനിക്കുണ്ട്. പിന്നെ വീട്ടിൽ വിളിച്ച് ചോദിച്ചപ്പോൾ മോന് പനിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതും കൂടെ കേട്ടപ്പോൾ ഒരു വിഷമം, എത്രയും പെട്ടെന്ന് മോൻ്റെ അടുത്ത് എത്തണം എന്നുള്ളൊരു തോന്നലായി. ക്ഷീണം കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങുന്നുണ്ടായിരുന്നു. ഇടയ്ക്കെപ്പോഴും ഞാൻ ഉണർന്ന് ചേട്ടനോട് ചോദിച്ചപ്പോൾ വീട്ടിലേക്കാണെന്നാണ് എന്നോട് പറഞ്ഞത്. പിന്നെ അങ്ങോട്ട് പോയപ്പോഴും ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, അത് നിങ്ങളെ കാണിക്കണമെന്ന് ചോദിച്ചു. തിരിച്ചു വരുമ്പോൾ വീഡിയോ എടുത്ത് ഈ മതിലുകൾ കണ്ടോ, ഈ ഒരു ഏരിയയിൽ എല്ലാ വീട്ടിലും വെറൈറ്റി ഡിസൈൻസുള്ള മതിലുകളാണ്. അപ്പോൾ എല്ലാം ഞാൻ കവർ ചെയ്തിട്ടൊന്നുമില്ല. റെക്കോർഡ് ആവുന്ന സമയം കൊണ്ട് കുറേ മതിലുകളൊക്കെ എനിക്ക് മിസ്സാവുന്നുണ്ട്. അതുകൊണ്ട് ഇത്ര മതിലേ നിങ്ങളെ കാണിക്കാൻ പറ്റിയിട്ടുള്ളൂ. ഇവിടെയും എല്ലാ വീടുകളിലും റംബൂട്ടാൻ കൃഷിയാണ്. റംബൂട്ടാനാണ് ആ റെഡ് നെറ്റ് വെച്ച് കവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് റംബൂട്ടാൻ കഴിക്കണമെന്നൊരു കൊതി തോന്നി. ഞങ്ങളുടെ നാട്ടിലൊക്കെ റംബൂട്ടാൻ നല്ല വിലയാണല്ലോ. അപ്പോൾ ഇവിടെ ആകുമ്പോൾ എല്ലാ വീട്ടിലും സുലഭമായി കിട്ടുന്നതുകൊണ്ട് വില കുറഞ്ഞിരിക്കും എന്ന് പറഞ്ഞ് നമ്മൾ വില ചോദിച്ചപ്പോൾ കിലോ 350. എന്നാലും കൊതി കൊണ്ട് 1/2 കിലോ മേടിച്ചു. അങ്ങനെ കഴിക്കുകയാണ്. അപ്പോൾ കഴിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത്, ഞാൻ കഴിച്ചിട്ടുള്ള റംബൂട്ടാൻ അതിൻ്റെ കുരുവായിട്ട് ഒട്ടിയാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത് അങ്ങനെയല്ല കേട്ടോ, ആ കുരുവിൽ നിന്ന് നന്നായിട്ട് ഇളകി വരുന്നുണ്ട്. അതുകൊണ്ട് എനിക്കത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ 1/2 കിലോ മേടിച്ചിട്ടുള്ളൂ. എൻ്റെ മോക്കും റംബൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് വേണ്ടി ബാക്കി ഞാൻ മാറ്റി വെച്ചു. പിന്നെയും കാട്ടിലൂടെയുള്ള യാത്ര. അപ്പോൾ എനിക്ക് ഡൗട്ട്, ഇതെങ്ങോട്ട് പോവുകയാണ് ഈ കാട്ടിനകത്തൂടെ? അപ്പോൾ എല്ലാ ഭാഗത്തും ആന ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ്, അതുകൊണ്ട് ജാഗ്രതയോടെ യാത്ര ചെയ്യണമെന്നുള്ള ബോർഡ് വെച്ചിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ ഈ ഒരു സ്ഥലമൊന്നും കണ്ടില്ലായിരുന്നു. അപ്പോഴെനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ചേട്ടാ എന്നെ സർപ്രൈസായിട്ട് എവിടെയോ കൊണ്ടുപോവുകയാണെന്ന്. അത് കത്തിയെങ്കിലും ഞാൻ പിന്നെ മനസ്സിലാവാത്ത പോലെ ചേട്ടാ ചാർജ് സ്റ്റേഷൻ എത്തിയില്ലേ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു. വഴിയിലൊക്കെ ഞാൻ അവിടെ ഇവിടെ കുറച്ച് ടൂറിസ്റ്റ് ഫാമിലിയെ കണ്ടു. അപ്പോഴേ എനിക്ക് കത്തി, ഇതെവിടെയോ കൊണ്ടുപോവുകയാണ്. സസ്പെൻസാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് എനിക്ക് അപ്പോഴേ മനസ്സിലായി എനിക്കിഷ്ടമുള്ള സ്പോട്ടായിരിക്കും. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ആതിരപ്പള്ളിയുടെ ബോർഡ് കണ്ടു. അയ്യോ, എനിക്ക് വിശ്വസിക്കാനേ വയ്യ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്ര പെട്ടെന്ന് എനിക്ക് ആതിരപ്പള്ളി വാട്ടർഫോൾ കാണാൻ പറ്റുമെന്ന്. അവിടെ ഒരു ചാർജിങ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു, ഞങ്ങൾ അവിടെ വണ്ടി ചാർജ് ചെയ്തു. അപ്പോൾ ഞാനിതിപ്പോൾ പറയുന്നത് ഇങ്ങനെ ആരെങ്കിലും ട്രിപ്പ് വരുന്നുണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആവട്ടെ എന്ന് വെച്ചിട്ടാണ്. പിന്നെ ചേട്ടന് വിശന്നപ്പോൾ ഇവിടുത്തെ ഒരു ചെറിയൊരു കടയിൽ നിന്ന് ഒരു മാഗി മേടിച്ചു. അപ്പോൾ മാഗി നമ്മൾ നോർമൽ മാഗി തന്നെയാണ് അവർ കുക്ക് ചെയ്ത് തരുന്നത്.
ചേട്ടൻ മാത്രമേ കഴിച്ചിട്ടുള്ളായിരുന്നു. എനിക്കവിടുത്തെ തിരക്കും ആ ഒരു ആംബിയൻസ് കണ്ടപ്പോൾ കഴിക്കാൻ തോന്നിയില്ല. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് അകത്തോട്ട് കയറുവാണ്. അപ്പോൾ ഞാൻ ആതിരപ്പള്ളിയുടെ ഡീറ്റെയിൽ വീഡിയോ ഒന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് ഒരു വ്ളോഗായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. കാര്യം എനിക്ക് കുറച്ച് കാര്യങ്ങൾ അതിൽ പറയാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അവിടുത്തെ ഞങ്ങൾ കണ്ട ഒരു വിഷ്വൽ മാത്രം ഒന്ന് കാണിക്കുകയാണ്. അപ്പോൾ വാട്ടർഫോളിൻ്റെ കാര്യം ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലത്താണ് ഈ വാട്ടർഫോൾ എന്ന് എനിക്കറിയില്ലായിരുന്നു. ഞങ്ങൾ ഈ സിനിമയിലൊക്കെ കാണുന്ന സമയത്ത് ഈ വെള്ളം വന്ന് വീഴുന്നതിൻ്റെ താഴെ നിന്ന് നടിമാർ ഡാൻസ് ചെയ്യുന്നതൊക്കെയല്ലേ കണ്ടിട്ടുള്ളൂ. ഇതിൻ്റെ മുകളിലോട്ട് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ മുകളിൽ നിന്നും കാണാൻ പറ്റി, പിന്നെ താഴെ ഇറങ്ങി കാണാൻ പറ്റി. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് തിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ രണ്ടുപേരും നല്ല ടയേർഡായിട്ടുണ്ട്. ഇനി എങ്ങും കയറേണ്ട, എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിയാൽ മതി എന്നുള്ളൊരു മൈൻഡിൽ പോവുകയാണ്. ഇതിനിടയ്ക്ക് ഞാൻ ഉറങ്ങി. പിന്നെ ഒരു 4 മണിയായപ്പോൾ നമ്മൾ കാലടി എത്തി. കാലടിയിലെ ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചു. വലിയൊരു വിശാലമായ ഹോട്ടലാണ്. എനിക്ക് തോന്നുന്നു വലിയ വലിയ ടൂറിസ്റ്റ് ബസ്സൊക്കെ വന്നാൽ അത്രയും പേരെ അഫോർഡ് ചെയ്യാൻ പറ്റിയൊരു ഹോട്ടലാണ്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ പൊറോട്ടയും ബീഫ് ഫ്രൈയും പിന്നെ എനിക്കൊരു ചിക്കൻ ഫ്രൈഡ് റൈസും ചിക്കൻ മഞ്ചൂരിയനും മേടിച്ചു. ഇത്രയും ഫുഡ് എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് കഴിക്കാൻ പറ്റില്ല. പക്ഷേ ചേട്ടൻ ഫുഡ് മേടിച്ചിട്ട് വേസ്റ്റ് ചെയ്യാനും സമ്മതിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും ചേട്ടനെ പേടിച്ച് കുറേയൊക്കെ കഴിച്ചു. പിന്നെ കുറച്ചേ വേസ്റ്റായുള്ളൂ. ഇപ്പോൾ തന്നെ 4 മണിയായിട്ടുണ്ട്. അതുകൊണ്ട് ലഞ്ചും ഡിന്നറും കൂടി ഞാൻ ഒരുമിച്ചാണ് കഴിക്കുന്നത്. ഇവിടുത്തെ ഫുഡ് എല്ലാം നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. രാത്രി 8 മണിയപ്പോൾ നമ്മൾ പാലായിലുള്ള ചാർജിങ് സ്റ്റേഷനിൽ വണ്ടി ചാർജ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ ഒരു ബോയ്സ് ഹോസ്റ്റലാണ്, അതായത് പാലാ ബ്രില്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടല്ലോ. അപ്പോൾ അവിടുത്തെ ബോയ്സ് സ്റ്റുഡൻസിനുള്ള ഹോസ്റ്റലാണ്. അപ്പോൾ അവിടെ ചെറിയൊരു ഔട്ട്ലെറ്റ് ഉണ്ട്. അവിടെ മോമോസ് ഉണ്ടാകും, ചിക്കൻ മോമോസാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഒന്ന് എടുത്തു. അവിടെ നമ്മൾ വണ്ടി ഒരു 80% ചാർജ് ചെയ്തിട്ട് നേരെ അടൂർ നമ്മൾ ഫസ്റ്റ് കയറിയ ചാർജിങ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അവിടെ വന്നപ്പോൾ ആരുമില്ല. നമ്മൾ ഒറ്റയ്ക്കായതുകൊണ്ട് കുറച്ച് പേടി തോന്നി. പിന്നെ നമുക്കൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു, ഇനി റൂമൊന്നും എടുക്കണ്ട, വണ്ടി ചാർജ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ഉറങ്ങാമെന്ന്. അങ്ങനെ ഉറങ്ങി. ഞാൻ പിന്നെ ഒന്നും അറിഞ്ഞില്ല. ഞാൻ ഉണർന്നപ്പോൾ നേരം പുലർന്നു തുടങ്ങി. ഞങ്ങൾ കൊല്ലത്തെത്തി. ഇവിടെ നിന്ന് ഇനി 1 മണിക്കൂർ 7 മിനിറ്റാണ് കാണിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മൾ വീടെത്തും. അങ്ങനെ എൻ്റെ 2 ദിവസത്തെ കറക്കം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.